ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാൻ പറ്റിയ ഒരു 7 കറികളുടെ റെസിപ്പീസാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 7 കറികളുടെ റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ. ക്യാബേജ് കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കൊത്തി അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. ഒരു 1/2 കപ്പ് തേങ്ങയുണ്ട്, അതിലേക്കൊരു പിഞ്ച് ജീരകവും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ. ചെറിയൊരു കഷ്ണം മതി, ഒരുപാട് വേണ്ട. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. ഇപ്പോൾ നമ്മുടെ പരിപ്പും ക്യാബേജും നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച്, അതായത് ഓരോരുത്തർക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ കറിക്ക്, ഇരുന്നാൽ ഒന്ന് കുറുകും കാരണം പരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അധികം നേരം തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ചൂടായിട്ട് ആ തിള വരുന്ന പാകമില്ലേ, അപ്പോൾ നമുക്കതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് വറവിട്ടെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറി. അച്ചാറോ തൈരോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ലതാണ്. തൈര് ചേർത്തിട്ട് ഈ കറി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ. മാറ്റി വയ്ക്കാം. ഒരു ചട്ടിയിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 3 കൊടംപുളി അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 കപ്പ് തേങ്ങ, അതായത് ഏകദേശം ഒരു തേങ്ങയോളം നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അത്യാവശ്യം വേണം, അപ്പോഴാണ് കറി കുറച്ച് നല്ല തിക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഗ്രേവി നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇനി എല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനിയും ഇത്രയേ ഉള്ളൂ പണി. ഇനി അത് തിളപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അങ്ങനെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ കറിയിലേക്ക് തന്നെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ അടപ്പ് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും വേവിക്കാൻ, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് പതഞ്ഞിട്ട് പുറത്തേക്ക് പോരും. അപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ചട്ടി അടയ്ക്കുന്നത് അടപ്പ് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ട് വേണം അടയ്ക്കാൻ, അതായത് മുഴുവനായിട്ട് അങ്ങ് അടച്ചു കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ചധികം കറിവേപ്പില ഇടാം, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും തൂവി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡിയായി. കണ്ടില്ലേ, വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റിയാണ്. ഇനി പിന്നെ പുളി ഇപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുടംപുളി എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ഇരുന്നിട്ട് പുളി വീണ്ടും ഇറങ്ങും കറിയിലേക്ക്. അപ്പോൾ പുളി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുടംപുളി എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അതിൽ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. സാധാരണ എല്ലാവരും രസം പൊടി വെച്ചിട്ടാണ് രസം ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു മിക്സ് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക്, വെളുത്തുള്ളി അത്രയും ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നു. അത് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ രസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പരിപ്പ് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. അത് നമുക്കൊരു പാത്രത്തിലേക്ക്, നമ്മൾ എന്തിലാണോ രസം ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ പരിപ്പൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കാം. അതിനുശേഷം ഒരു തക്കാളി മിക്സിയിലൊന്ന് അരച്ചത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഞാനത് അരച്ചെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് തക്കാളി ഒന്ന് വെന്ത് കിട്ടാനും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം, ഇല്ലെങ്കിൽ അത് അങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് പോരും. ആ സമയം നമുക്ക് കുറച്ച് പുളി, ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പും തക്കാളിയും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. കാരണം ആ പുളിയുടെ ഒരു പച്ചച്ചൊവ ഉണ്ടാവും, അത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കേട്ടോ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. രസം പൊടി ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി രസം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില നിറയെ ഇടണം, അതാണ് ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. വറ്റൽമുളകും കടുകും ജീരകവും ചേർത്തിട്ടാണ് വറവിടേണ്ടത്. ഇത് 3ഉം ചേർത്തിട്ട് വറവിടാം. ജീരകം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ജീരകത്തിൻ്റെ പൊടി രസത്തിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുത്താലും മതി. അതേപോലെ ചിലർ കായം ചേർക്കാറുണ്ട് രസത്തിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കായത്തിൻ്റെ പൊടിയും കൂടെ രസത്തിൽ ചേർക്കുക. അതിന് നല്ല ഫ്ലേവറാണ്, കായത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളാണല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. രസത്തിൻ്റെ പൊടി ആവശ്യമൊന്നുമില്ല. അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഒരു 1/4 കപ്പ് വൻപയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂറൊക്കെ കുതിർക്കുക. അതിന് പിന്നെ ഒരു ഇത്രയും പോകുന്നൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണമാവണമെന്നില്ല, കാരണം മത്തങ്ങ വെന്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടയ്ക്കും. അപ്പോൾ കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ വൻപയർ കുക്കറിലേക്ക് ഇട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഈ എരിശ്ശേരിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 1/2 മുതൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് നമുക്ക് ആദ്യം ഈ വൻപയർ ഒന്ന് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും തന്നെയാണ് അരച്ചിരിക്കുന്നത്. അത് അരച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് പ്രഷറെല്ലാം കുക്കറിൻ്റെ റിലീസായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തനും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ മത്തൻ നന്നായിട്ടൊന്ന് വെന്ത് അതൊരു ഉടയുന്ന പരുവാവണം. ആ സമയം വരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി പ്രഷർ വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ നന്നായിട്ട് നമുക്ക് മത്തൻ വെന്ത് കിട്ടും. കണ്ടോ, നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന പരുവായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അരപ്പ് വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് വറവിട്ടെടുക്കണം. തേങ്ങ നന്നായിട്ട് വറവിടണം എരിശ്ശേരിയിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് കീറി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം.
അതിനുശേഷം നമ്മൾ തേങ്ങയാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഉള്ളതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് അങ്ങ് ചേർത്തിട്ട് ഇളക്കി എടുക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചിരവിയ പച്ചത്തേങ്ങയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്തതിന് ശേഷം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുത്തിട്ട് അത് വേണം നമ്മൾ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം തേങ്ങ. ഈ ഒരു കളർ ആയതിൻ്റെ ശേഷം നമുക്കത് എരിശ്ശേരിയിലേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി. ഒരു കുക്കറിലേക്ക് ഞാനൊരു 1/4 കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വെള്ളരിക്ക ആയാലും കുമ്പളങ്ങ ആയാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വെള്ളരിക്കയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പീസാക്കി മുറിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ 2 മുരിങ്ങക്കായ, ഒരു തക്കാളി അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും. ആ തേങ്ങയും പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം അത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്ന ആ ഒരു രീതിയിൽ ഇതാക്കി ബോയിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകുമൊന്നും വേണ്ട, കാരണം നമ്മൾ സെയിം കറിയിലേക്ക് തന്നെയാണ് അത് ആഡ് ചെയ്യണത്. ജസ്റ്റ് 1-2 പൾസ് വിപ്പ് ചെയ്തെടുത്താൽ മതി. തൈര് ഒരുപാട് അങ്ങ് അടിച്ചിട്ട് ലൂസാക്കണ്ട. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ആ കറിയിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കടുകും വറ്റൽമുളകും ചേർത്ത് വറവിട്ടെടുക്കും. നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2-3 വറ്റൽമുളകും ഒരു 3-4 ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് തൈര് നന്നായിട്ട് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കട്ടയില്ലാതെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. പിന്നെ ഫ്ലെയിം എപ്പോഴും ഭയങ്കര ലോയിൽ വെക്കാനും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഒരു 2 മിനിറ്റ് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം കറിവേപ്പിലയും കുറച്ച് ഉലുവ പൊടിച്ചതാണ് അതും കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊരു 3-4 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും. മോരുകറി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മളൊരു വെള്ളരിക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തൈര്, 1/2 മുതൽ 1 കപ്പ് വരെ എടുക്കാം. തൈര് മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്തതിൻ്റെ ശേഷം അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തിളപ്പിക്കരുത് അധികം, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് അങ്ങ് പിരിഞ്ഞ് കറി സെപ്പറേറ്റഡ് ആയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി.